ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളുടെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആൻഡ് അൽഗോരിതംസ്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആവേണ്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അല്ലെങ്കിൽ ബേസായിട്ട് ഫൗണ്ടേഷനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഏത് കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിരിക്കും. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം സോൾവിങ് ആണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മളങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കോഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോഡുകൾ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ഒരു സി പ്രോഗ്രാം ഉണ്ടാക്കുകയാണെങ്കിൽ ജാവ പ്രോഗ്രാം ഉണ്ടാക്കാൻ നേരെ പോയിട്ട് ജാവ പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്താണോ പ്രോബ്ലം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ളത് അതിന് സൊല്യൂഷൻ കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കോഡ് ചെയ്യാൻ. അതായത് ഡയറക്റ്റായിട്ട് കോഡ് ചെയ്യാൻ പറ്റില്ല, കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ് ശരിക്കും കോഡ് ചെയ്യേണ്ടത്. അല്ല ഡയറക്റ്റായിട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന് കുറേ സ്റ്റെപ്പുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടും ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് ഫണ്ടമെൻറ്റൽസ് ഓഫ് എ പ്രോബ്ലം സോൾവിങ് ആൻഡ് അൽഗോരിതംസ്. അതായത് ഇതിനകത്ത് നമ്മൾ ഈ ഫസ്റ്റ് പേജിലൊക്കെ പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കൺസൈസ്ഡാക്കിയിട്ടുള്ള ഇതൊന്ന് റീഡ് ചെയ്തിട്ട് കൺസൈസ്ഡാക്കിയിട്ട് നോട്ട് എഴുതി വെക്കാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതിയെങ്കിൽ ഓക്കെ, അതും കുഴപ്പമില്ല. കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഏരിയയിൽ നിന്ന് വരില്ല. പക്ഷേ ചിലപ്പോൾ 1 വേർഡിനോ 2 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന വേറെ ആരോ അല്ലേ, അപ്പോൾ അവർ ഏത് ടൈപ്പിൽ ചോദിക്കുമെന്ന് നമുക്കറിയില്ല. ഇനി ഇവ വേണ്ടവർ വേണ്ട രീതിയിൽ എഴുതിയാൽ മതി. അതായത് ഒന്നെങ്കിൽ കൺസൈസ്ഡാക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലെക്ചർ നോട്ടായിട്ട് പോയിൻ്റായിട്ട് അങ്ങനെയും എഴുതാം, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ഓരോ കൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. പ്രോബ്ലം സോൾവിങ് പ്രോബ്ലംസ് ഈസ് ദ കോർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലം സോൾവിങ് ആണ്. അറിയാലോ, നിങ്ങളിപ്പോൾ പ്രോഗ്രാമിംഗ് സ്റ്റുഡൻസ് എന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ ഈ സെമ്മിൽ HTML പഠിക്കും, അടുത്ത സെമ്മിൽ C പഠിക്കും, പിന്നെ DS പഠിക്കുന്നുണ്ട്, RDBMS പഠിക്കുന്നുണ്ട്, PHP, ജാവ, ഒരുപാട് കോഡുകൾ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കോഡും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഐ തിങ്ക് സോ. അപ്പോൾ നിങ്ങൾ അത്രയും കോഡുകൾ നിങ്ങൾ ഈ ഒരു BCA കഴിയുമ്പോഴേക്ക് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോബ്ലം സോൾവിങ് ആണ്. So programmers must first understand how humans solve the problem, then understand how the translates the algorithm into something computer can do. അതായത് നമ്മളപ്പോൾ ഒരു പ്രോബ്ലം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആസ് എ പ്രോഗ്രാമർ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, ഫസ്റ്റ് എങ്ങനെ നമ്മളത് സോൾവ് ചെയ്യും. ആസ് എ ഹ്യൂമൺ എനിക്കത് സോൾവ് ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. എന്നിട്ട് നമ്മളത് ഒരു അൽഗോരിതം എന്നുള്ള ഒരു വേയിലേക്ക് എത്തിക്കും. അതായത് ആദ്യം നമ്മൾ ചെയ്ത് നോക്കും. എന്നിട്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓരോ ഡ്യൂട്ടീസും ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നമ്മളത് പക്കയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് സിൻറ്റാക്റ്റിക്കലി നമ്മളതിനെ കോഡാക്കി എഴുതും. അതായത് നമ്മൾ പറഞ്ഞല്ലോ പ്രോഗ്രാംസ് എഴുതും. അത് പല ലാംഗ്വേജിലും നമുക്ക് എഴുതാം. ഇപ്പോൾ പറഞ്ഞ പോലെ C-യിൽ എഴുതാം, CPP-യിൽ എഴുതാം, ജാവയിൽ എഴുതാം, PHP-യിൽ എഴുതാം, HTML എഴുതാം. പല ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോഡ് എഴുതാം. അങ്ങനെ കോഡ് എഴുതുന്നതോടുകൂടി ആ ജോബ് കംപ്ലീറ്റ് ആയി. പിന്നെ ബാക്കി ആരും തീരുമാനിക്കും, നമ്മളുടെ കമ്പ്യൂട്ടർ ചെയ്തോളും. പിന്നെ നമുക്ക് ഡ്യൂട്ടി ഇല്ല. നമ്മൾ എന്താ ടൈമിലുള്ള ആ ടൈമിൽ ഇൻപുട്ട് കൊടുത്താൽ മതി. പ്രോസസ്സിംഗ് ഒക്കെ ആര് ചെയ്യും, നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ Excel, സ്പ്രെഡ്ഷീറ്റ്, വേർഡ്, വേണ്ട നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വരെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ എന്തോ ആവട്ടെ നമ്മൾ ബുക്ക് ചെയ്യുന്നത്, ഈവൻ ബസ്സിൻ്റെ ടിക്കറ്റ് പോലും നമ്മൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സിസ്റ്റംസ് നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തിട്ട് ഏതെങ്കിലും ടിക്കറ്റിൻ്റെ അത് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കും. എന്നിട്ടാണ് നമ്മൾ ടിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സീറ്റിംഗ് ഒക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ആകുന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിനകത്ത് മൊത്തം പ്രോഗ്രാംസാണ്. ഈ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആരാണ്? ഏതോ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഏതോ ഒരു പ്രോഗ്രാമറാണ്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ എന്താ മനസ്സിലായില്ലേ? ഇറ്റ്സ് സംടൈംസ് ദ കേസ് ദാറ്റ് മെഷീൻ വിൽ സോൾവ് എ പ്രോബ്ലം ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേ ദാൻ എ ഹ്യൂമൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹ്യൂമൻ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനേക്കാൾ പക്കയായിട്ട് ആൾക്ക് ചെയ്യാൻ കഴിയും, മെഷീനിന് ചെയ്യാൻ കഴിയും. അതായത് ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ മെഷീന് കാണാൻ കഴിയും. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ഏരിയ ഓഫ് സ്റ്റഡി കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഓൾ അബൌട്ട് സോൾവിങ് പ്രോബ്ലംസ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം പ്രോബ്ലം സോൾവിങ് ആണ്. നിങ്ങൾ ഈ അവിടെ നിന്നിട്ട് ഓരോ സെമ്മ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ മൊഡ്യൂളിൽ നിങ്ങൾക്കറിയാലോ നിങ്ങളൊന്ന് സ്റ്റക്കായി പോയില്ലേ. അത്തരം എന്നല്ല, അത് പിന്നെ കുറച്ചൊരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഏരിയ ആണ്. എനിവേ
അങ്ങനത്തെ അങ്ങനെ പ്രോബ്ലം സോൾവിങ് ഏരിയ ആണ് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിൽ മൊത്തം പറയുന്നത്. The problems that we want to solve can come from any real world problems, perhaps even from the abstract world. അത് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആവാം, അതല്ലെങ്കിൽ അബ്സ്ട്രാക്ട് വേൾഡിലെ പ്രോബ്ലംസ് ആവാം. We need to have standard systematic approach to solve the problems. അത് റിയൽ വേൾഡ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ടിക്കറ്റ്സ്, അതെല്ലാം നമ്മൾ ഇനി എവിടെയെങ്കിലും ക്യൂ ചെയ്യേണ്ട സിസ്റ്റംസ് ഉണ്ട്. അതായത് നമ്മളെന്തോ ഒരു കാര്യം ചെയ്തു കൊടുത്തു, അത് ക്യൂഡ് സിസ്റ്റം ആക്കിയിട്ട് വൺ ആഫ്റ്റർ അനദറായിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കമ്പ്യൂട്ടേഴ്സാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസിൻ്റെ ബേസിൽ അതായത് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് നമ്മളാണല്ലോ ആസ് എ പ്രോഗ്രാമർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ബേസിലാണ് ഓരോ സിസ്റ്റംസും വർക്ക് ചെയ്യുക. ഈ കമ്പ്യൂട്ടർ പെർഫോം മെനി ടാസ്ക് എക്സാക്ട്ലി ഇസ് ദ സെയിം മാനർ ആസ് ഇറ്റ് ടോൾഡ് ടു ഡു. ദിസ് പ്ലേസസ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ യൂസർ ടു ഇൻസ്ട്രക്ട് ദ കമ്പ്യൂട്ടർ ഇൻ കറക്റ്റ് ആൻഡ് പ്രിസൈസ് മാനർ. അതായത് കമ്പ്യൂട്ടർ നമ്മൾ എന്താണോ പറയുന്നത് പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് ചെയ്യണേ എന്ത് ചെയ്യണം? നമ്മൾ പ്രിസൈസ്ഡായിട്ട് മാനറിൽ കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം. നമ്മളുടെ ഈ മെഷീനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ കമ്പ്യൂട്ടറിനെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. സോ ദാറ്റ് ദ മെഷീൻ ഈസ് ഏബിൾ ടു പെർഫോം ദ റിക്വയർഡ് ജോബ് ഇൻ എ പ്രോപ്പർ വേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും? പ്രോപ്പർ വേയിൽ പെർഫോം ചെയ്യാൻ കഴിയും. എ റോങ് ഓർ ആംബിഗ്യൂസ് ഇൻസ്ട്രക്ഷൻ മേ സംടൈംസ് പ്രൂവ് ഡിസ്ട്രാസ്. ഇത് കാരണം കുറേ തിയറി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് റീഡ് ചെയ്ത് പോയാൽ ചിലപ്പോൾ കുറേ ടൈം വരുവേ. ഇപ്പോൾ തന്നെ 6 മിനിറ്റായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി ശരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്സ് എന്തെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നിടത്ത് മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. സോ യൂസർ മസ്റ്റ് ഹാവ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. നമ്മൾ യൂസർക്ക് എന്തായിരിക്കണം? കറക്റ്റ് ഐഡിയ വേണം എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എപ്പാർട്ട് ഫ്രം ദിസ് ഹി ഷുഡ് ബി ഏബിൾ ടു ഡെവലപ്പ് എ മെത്തേഡ് in this form the series of sequential steps to solve it. Once the problem is well defined and a method of solving is developed, then instruct the computer to solve the problem become relatively easier task. അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ടാസ്ക്കാണ് എന്ത്? കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കതിൻ്റെ ലോജിക്ക് എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ എങ്ങനെ സ്റ്റെപ്പുകളായിട്ട് നമ്മളത് ചെയ്യുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയല്ലേ, പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പണിയല്ലുള്ളൂ. Then the attempt to write computer program to solve given problem, it is necessary to formulate or define the problem in precise manner. Once the problem is defined, the steps required to solve it must be stated clearly in required. അതായത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞോ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മസ്റ്റ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി ഇൻ റിക്വയർഡ്. ഏത് ഓർഡറിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അതായത് ഓരോ പ്രോബ്ലംസ് കിട്ടുമ്പോഴും അത് ഓരോ വേസിലായിരിക്കും. ഇപ്പോൾ ഈവൻ ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും അത് പല പ്രോഗ്രാമേഴ്സും പല രീതിയിലാണ് അത് സോൾവ് ചെയ്യുക. അത് വലിയൊരു അത്ഭുതമാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കാര്യത്തിൽ. അതായത് അൽഗോരിതംസ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ എഴുതാം. ഞാനത് മെമ്മറി സ്പേസ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യണോ അതോ ടൈം മാക്സിമം എങ്ങനെ വരണം, ഏറ്റവും കുറച്ച് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് ആസ് എ പ്രോഗ്രാമർ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അൽഗോരിതം ആവില്ല വേറെ ആൾ, അയാൾ കൺസേൺ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കോസ്റ്റോ എഫക്റ്റീവ്നെസ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവരുടെ കുറച്ച് വേറെ ടൈപ്പ് അൽഗോരിതം ആയിരിക്കും. അതായത് ഒരു പ്രോബ്ലം തന്നെ പലർക്കും പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയും. ഈ കമ്പ്യൂട്ടർ കനോട്ട് solve the problem on its own. One has provided a step-by-step solution of the problem to the computer. In fact, the task problem solving is not that of the computer. It is programmer who has to write down the solution in the program, term simple operations which the computer can understand and execute. അതായത് കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. നമുക്കറിയുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിന് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസ് നമ്മളിതിന് കാണേണ്ടതുണ്ട്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസ് കാണേണ്ടതുണ്ട്. സോ എന്തായിരിക്കണം? അതൊരു പ്രോബ്ലം സോൾവിങ് ടാസ്ക് ആയിരിക്കണം. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന സ്റ്റെപ്പുകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകുമെങ്കിൽ അത് നമ്മളങ്ങനെ കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവും, കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒറ്റൊരു ഇതിൽ ഇൻസ്ട്രക്ട് ചെയ്യാമെന്ന് പോയി ഇൻസ്ട്രക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കൺസെപ്റ്റുകളാണ് ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. Problem solving is the sequential process of analyzing information related to a given situation and generating appropriate response options. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു കുറേ സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണ്. അനലൈസിങ് ഇൻഫർമേഷൻ, അതായത് നമുക്ക് കിട്ടിയിട്ട് എന്താണോ പ്രോബ്ലംസ് കിട്ടിയിട്ടുള്ളത് അതിനകത്തുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് അപ്രോപ്രിയേറ്റ് റെസ്പോൺസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടി,
പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് അതിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ഈ ഒരു സിറ്റുവേഷന് ജനറേറ്റ് ചെയ്ത് ചെയ്യാം, അതായത് എന്തൊക്കെ റെസ്പോൺസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതൊരു സീക്വൻഷ്യൽ പ്രോസസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, പ്രോബ്ലം സോൾവിങ് എന്ന് പറയാം. ഈ പോയിന്റ് എഴുതി വെച്ചോളൂ. പ്രോബ്ലം സോൾവിങ് ഈസ് ദ സീക്വൻഷ്യൽ പ്രോസസ് ഓഫ് അനലൈസിങ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പുകൾ, എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ. ഇൻ ഓർഡർ ടു സോൾവ് എ പ്രോബ്ലം ബൈ ദ കമ്പ്യൂട്ടർ വൺ ഹാസ് ടു പാസ് ദോ സർട്ടൻ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്. നമുക്ക് 6 സ്റ്റെപ്പുകളുണ്ട് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം എന്താണ് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നമുക്ക് കിട്ടിയുള്ള കൺസെപ്റ്റ്, എന്താ കാര്യം, എന്താ നമുക്ക് മനസ്സിലാവണം. നെക്സ്റ്റ് ഫോർമുലേറ്റ് എ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഡെവലപ്പ് ആൻ അൽഗോരിതം, പിന്നെ അൽഗോരിതം ഉണ്ടാക്കണം. പിന്നെ റൈറ്റ് ദ പ്രോഗ്രാം എഴുതണം. പിന്നെ ടെസ്റ്റ് ദ പ്രോഗ്രാം, ദെൻ ഇവാലുവേറ്റ് ദ സൊല്യൂഷൻ. അതായത് പ്രോഗ്രാം കമ്പൈൽ ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ ഇവാലുവേറ്റ് ചെയ്യണം, എന്തെങ്കിലും സൊല്യൂഷന് എന്താണ് മീൻസ് എയിം എന്തായിരുന്നു, അവിടെ നമ്മൾ എത്തിയോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. കാൽക്കുലേറ്റ് ദ ആവറേജ് ഗ്രേഡ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും ആവറേജ് ഗ്രേഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആസ് എ യൂസർ, പ്രോഗ്രാമർ വിടട്ടെ, യൂസർ എന്ന നിലയിൽ നമ്മൾ എന്താ കാണുക, നമ്മൾ എന്തോ ഒരു ഇൻപുട്ട് കൊടുക്കും, നമുക്ക് ഗ്രേഡ് വേണം പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് കൊടുക്കും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഗ്രേഡ് കിട്ടും. ആവറേജ് ഗ്രേഡ് അവിടെ വേണ്ടെങ്കിൽ അത് കിട്ടും. അപ്പോൾ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു, അവർ റിസൾട്ട് തരുന്നു. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ കേസിലൊക്കെ അല്ലേ, എങ്ങനെയാണെന്നൊന്നും നമ്മളിങ്ങനെ വിരലും എണ്ണി കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, നമുക്ക് റിസൾട്ട് കാൽക്കുലേറ്ററും തരില്ലേ. അതേപോലെ യൂസർ നമുക്ക് അതേ ഉള്ളൂ. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ടേംസിൽ നമ്മൾ പറയുമ്പോൾ എന്താ എടുക്കുക, ആദ്യം ഇൻപുട്ട് നമ്മൾ കൊടുക്കും, കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോഴും ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എന്തൊക്കെയോ ചില ഇൻസ്ട്രക്ഷൻസ് വേണം. കാരണം കമ്പ്യൂട്ടർക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളൊന്നുമല്ലല്ലോ കമ്പ്യൂട്ടർ, അത് ജീവനുള്ളൊരു സാധനമല്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കമ്പ്യൂട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സ്പെസിഫിക് കോഡിൽ പറഞ്ഞു കൊടുക്കും, കമ്പ്യൂട്ടർ ചെയ്യും, അത്രയാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ബേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒന്ന് ഇൻപുട്ടാണ്. ഗെറ്റ് ഓൾ ദി ഗ്രേഡ്സ് ബൈ ടൈപ്പിംഗ് ദം ഇൻ ബൈ കീബോർഡ് ഓർ ബൈ റീഡിങ് ദം ഫ്രം USB ഫ്ലാഷ് ഡ്രൈവ് ഓർ ഹാർഡ് ഡിസ്ക്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, കീബോർഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവോ ഹാർഡ് ഡിസ്കോ ഒക്കെ അതിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻപുട്ട് എടുക്കും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും. ആഡ് ദം ഓൾ അപ്പ് ആൻഡ് കമ്പ്യൂട്ട് ദ ആവറേജ് ഗ്രേഡ്. അവരെല്ലാവരെയും എന്ത് ചെയ്യും, ആഡ് ചെയ്യും, എന്നിട്ട് ആവറേജ് ഗ്രേഡ് കണ്ടുപിടിക്കും. ദെൻ ഔട്ട്പുട്ട് ദ ആൻസർ ടു ഐദർ ദ മോണിറ്റർ, ടു ദ പ്രിൻ്റർ ഓർ ടു ദ USB ഫ്ലാഷ് ഡ്രൈവ് ഓർ ഹാർഡ് ഡിസ്ക് ഓർ എ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദീസ് ഡിവൈസ്. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതൊരു പക്ഷേ മോണിറ്ററിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാവും, അല്ലെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുക്കാവും, അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡറി ഡിവൈസുകളിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാം, എന്തും ചെയ്യാം. അതായത് ഇൻപുട്ടും പ്രോസസ്സും ഔട്ട്പുട്ടുമാണ് ചെയ്യുന്നത്. ആസ് യു ക്യാൻ സീ ദ പ്രോബ്ലം ഈസ് ഈസിലി സോൾവ്ഡ് ബൈ സിംപ്ലി ഗെറ്റിംഗ് ദ ഇൻപുട്ട്, കമ്പ്യൂട്ടിംഗ് സംതിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ദ ഔട്ട്പുട്ട്. ലെറ്റ് us now examine 6 steps to problem solving. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻപുട്ട് കൊടുത്തു, നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും, പിന്നെ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒറ്റയടിക്ക് നടക്കുന്നൊരു കാര്യമില്ല. നമുക്ക് കുറേ സ്റ്റെപ്പുകളുണ്ട്, അതിലൂടെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഫസ്റ്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം. നമുക്ക് കിട്ടിയൊരു പ്രോബ്ലം കിട്ടി, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് കിട്ടി, നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കാര്യം കിട്ടുമ്പോൾ അത് എന്താണ്, എങ്ങനെ ചെയ്യാം, എന്തൊക്കെ എത്തിക്കാം എന്നുള്ള രീതിയിൽ, ഇത് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ് സോൾവ് ദ പ്രോബ്ലം ടു മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ദാറ്റ് യു ആർ ട്രൈങ് ടു സോൾവ്. അതായത് ഞാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ടേ, ഇതൊരു പ്രോബ്ലം ആണെന്ന് മിനിമം മനസ്സിലാവണ്ടേ, ഈ പ്രോബ്ലം എന്താ ചെയ്യേണ്ടത്, എന്താ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാവണ്ടേ. അതാണ് അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം. വാട്ട് ഇൻപുട്ട് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ, വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്, വാട്ട് ഫോർമാറ്റ് ഈസ് ഇറ്റ് ഇൻ, ഈസ് എനിത്തിങ് മിസ്സിംഗ്, ഡു ഐ ഹാവ് എവറിത്തിങ് ദാറ്റ് ഐ നീഡ്, what output information I am trying to produce, what do I want the result to look like, text, picture, graph, what I am going to have to compute. എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണ വേണം. ഇൻപുട്ട് ഡാറ്റ അവൈലബിൾ ആണോ, അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫോർമാറ്റ് എന്താണ്, എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഞാൻ വേറെ ആവശ്യമുള്ളതുണ്ടോ, അതേപോലെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതേപോലെ അത് എങ്ങനത്തെ ഔട്ട്പുട്ടാണ്, അതായത് മോണിറ്ററിൽ കാണിക്കുകയാണോ, അത് ഗ്രാഫാണോ, പിക്ചറാണോ, ടെക്സ്റ്റാണോ, അതേപോലെ എന്താണ് ഞാൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായൊരു ധാരണ വേണം. അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രേഡ് എങ്ങനെയായിരിക്കും, 0 to 100 വരെയുള്ള ഒരു മാർക്കായിരിക്കും. അതേപോലെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 0 to 100 വരെയുള്ള നമ്പർ ആയിരിക്കും. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ A+, A, B പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ വരെയൊക്കെ പോകും.
സോ നമ്പറായി മാറുമ്പോൾ നമുക്ക് എന്താവും, ഒരു നമ്പർ കിട്ടും. അതൊരു പക്ഷേ ഒരു ഇൻറ്റീജർ ടൈപ്പ് ആവും, അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് 73 ഓർ 73.42 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയൽ നമ്പർ അങ്ങനെ കിട്ടാറുണ്ടല്ലോ. ഇപ്പോൾ 73.5 അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാറ്റ് ഓഫ് ഗ്രേഡ് ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ ഗ്രേഡിൻ്റെ ഫോർമാറ്റ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ. സോ വി ഓൾസോ നീഡ് ടു കൺസിഡർ മിസ്സിംഗ് ഗ്രേഡ്സ്. ഏതെങ്കിലും ഗ്രേഡ് മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. വാട്ട് വി ഡു നോട്ട് ഹാവ് ദ ഗ്രേഡ് ഫോർ എവരി സ്റ്റുഡൻറ്റ്. Do we want to able to include the person in our average or ignore them when computing the average? We also need to understand what the output should be. Again, there is a formatting issue. Should we output a whole real number or letter grade? Maybe we want to display pie chart or average grade. It is our choice. Finally, we should understand the kind of processing that need to perform the data. This lead to the next step. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് മാർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രേഡ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുമ്പോൾ മാർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. പിന്നെ ഗ്രേഡിങ് എങ്ങനെ ഇട്ട് നോക്കണം. പിന്നെ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടത്, അതായത് ഒരു പൈ ചാർട്ടാണോ അതോ ഒരു ഗ്രാഫാണോ, എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മേലെ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് അതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതായത് എങ്ങനെ ഇത് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം. എന്നിട്ട് ഫോർമുലേറ്റ് ദ പ്രോബ്ലം. ഫോർമുലേറ്റ് പ്രോബ്ലം പറഞ്ഞാലോ എങ്ങനെ ഇത് പ്രോസസ്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല ഉണ്ടാക്കുക, അതായത് എങ്ങനെ ആവറേജ് കാണുക, x1 + x2 + x3 എക്സെട്ര xn/n. ഓക്കെ, അങ്ങനെ നമ്മൾ ആവറേജ് കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കണം. അതാണ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം. അത് ഈ കേസിൽ ഇങ്ങനെയാണ്, പല കേസിലും പല രീതിയിലായിരിക്കും കേട്ടോ, വേറെ കാര്യം. എന്തായാലും ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആവറേജ് അങ്ങനെയുള്ളൂ കേട്ടോ. നോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സിംഗ് പാർട്ട് ഓഫ് ദി പ്രോബ്ലം. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലേഷനാണ്. കാരണം എന്താണ്, നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടല്ലേ നമ്മൾ എക്സിക്യൂഷൻ നടത്തുന്നത്, അതുകൊണ്ടാണ് അത് പ്രോസസ്സിംഗ് പാർട്ടായിട്ട് മാറിയത്. മെനി പ്രോബ്ലംസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മാളർ പ്രോബ്ലംസ് ദാറ്റ് റിക്വയർ സം കൈൻഡ് ഓഫ് സിമ്പിൾ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഴ്സ് ടു പ്രോസസ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഹെവി ആണെങ്കിൽ പോലും നമ്മൾ ഒറ്റയടിക്ക് ചെയ്യല്ല വേണ്ട, കുറേ മൈക്രോ ഓപ്പറേഷൻസ് ആക്കിയിട്ട്, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായി, നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ കുറയും. We are going to compute the average of incoming grades, so we need to know formula for computing average of bunch of numbers. അതായത് bunch of numbers നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ ആവറേജ് കാണാം എന്നുള്ളൊരു ഫോർമുല നമുക്കറിയണം. അതാണ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. ദ പ്രോബ്ലം ബ്രേക്സ് ഡൗൺ ഇൻ ടു സിമ്പിൾ കമ്പ്യൂട്ടേഷൻ ദാറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മളപ്പോൾ എന്ത് ചെയ്യണം, സിമ്പിൾ കമ്പ്യൂട്ടേഷൻ ആക്കി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. In our example, assuming that input data is a group of integers or real numbers x1, x2, etc., xn, representing a grade percentage, we can use the following formula: average equal to x1, x2, x3, etc., xn/n. അതാണ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല. അങ്ങനെ എല്ലാത്തിനും എന്തെങ്കിലും ഒരു ഫോർമുല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയോ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, കുറേ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുക. എ സെറ്റ് ഓഫ് സീക്വൻഷ്യൽ സ്റ്റെപ്പ് യൂഷ്വലി റിട്ടൺ ഇൻ ഓർഡിനറി ലാംഗ്വേജ് ടു സോൾവ് എ ഗിവൻ പ്രോബ്ലം ഈസ് കോൾഡ് അൽഗോരിതം. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ വേറെ ആൾ എഴുതിയ അൽഗോരിതം എനിക്ക് മനസ്സിലാവണം, പക്ഷേ പ്രോഗ്രാമാണെങ്കിൽ മനസ്സിലാവണം എന്നില്ല, ചിലപ്പോൾ മനസ്സിലാവും, പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് റിസ്കി ടാസ്ക്കാണ്. പക്ഷേ അൽഗോരിതം അങ്ങനെയല്ല. അൽഗോരിതം ആസ് എ ഹ്യൂമൺ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറേ സീക്വൻഷ്യൽ സ്റ്റെപ്സിൽ നമ്മളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് എഴുതുന്നതിന് നമ്മളെന്ത് പറയുക, അൽഗോരിതം എന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ ഇത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഈ ഗ്രേ കളറിൽ കൊടുത്തത് നിങ്ങൾക്ക് ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഡോണ്ട് വറി. Next step is to develop a precise plan of what we want to the computer to do. The plan is known as algorithm. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൈസ് പ്ലാൻ ഉണ്ടാക്കുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പറയുക, അൽഗോരിതം എന്ന് പറയാം. ഇറ്റ് മേ ബി പോസിബിൾ ടു സോൾവ് പ്രോബ്ലംസ് ഇൻ മോർ ദാൻ വൺ വേസ് റിസൾട്ടിങ് മോർ ദാൻ വൺ അൽഗോരിതം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പല വേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം മാത്രമല്ല അപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഉണ്ടാവുക. ഞാനൊരു പ്രോഗ്രാമർ ഉണ്ടാക്കുമ്പോൾ ഒരു അൽഗോരിതം ആയിരിക്കും, വേറൊരാളുണ്ടാക്കുമ്പോൾ അയാളുടെ ലോജിക്ക് വെച്ച് വേറൊരു അൽഗോരിതം ആയിരിക്കും. പല വേസിൽ നമുക്കൊരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. The choice of various algorithms depend on the factors like reliability, accuracy and easy to modify. അപ്പോൾ നമ്മളിങ്ങനെ പല ടൈപ്പ് ഓഫ് അൽഗോരിതം ചൂസ് ചെയ്യുമ്പോൾ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ട്, അക്യുറസി എത്രത്തോളം ഉണ്ട്, നമുക്ക് എത്രത്തോളം അത് മോഡിഫിക്കേഷൻ ഈസി ആവും എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, അൽഗോരിതം ചൂസ് ചെയ്യേണ്ടത്. കാരണം ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക എന്നതിൻ്റെ അപ്പുറം അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആക്കാം എന്നൊക്കെ നോക്കിയിട്ട് വേണം അൽഗോരിതം ചൂസ് ചെയ്യാൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ചോയ്സ് ഓഫ് അൽഗോരിതം ഇസ് ദ ടൈം റിക്വയർമെൻറ്റ് ടു എക്സിക്യൂട്ട് ഇറ്റ്. അപ്പോൾ ഒരു അൽഗോരിതം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമാണ്.
എത്ര കുറച്ച് ടൈം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ടൈം എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരു സാധനമാണ്. അത് പോയാൽ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ടൈം റിക്വയർമെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അത്രയും പക്കയായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. After writing the code in high-level language with the help of the computer, the algorithm which will need to least time with executed in considerable bursts. അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് നമ്മളത് റൺ ചെയ്യുമ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ അൽഗോരിതം എന്ന് പറയുന്നത്. സം ഓഫ് മോർ കോംപ്ലക്സ് അൽഗോരിതം മേ ബി കൺസിഡേർഡ് റാൻഡമൈസർ അൽഗോരിതം ഓർ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം വേർ ദ ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് നെസസറിലി ഇൻ സീക്വൻസ് ആൻഡ് may not even have finite number of instructions. However, above definition will apply for all algorithm, then we will discuss soon. അപ്പോൾ നമ്മൾ അൽഗോരിതത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ ക്ലാസ്സിൽ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുള്ളൂ. അപ്പോൾ നമ്മളെന്താ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം വരുമ്പോൾ നമ്മളതിനെ റാൻഡമൈസ്ഡ് അൽഗോരിതം എന്നോ നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്നോ പറയും. ഈ അൽഗോരിതത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ പറയുന്നതാണ്. കാരണം താഴെ വേറെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ടൈം ഡിലേ ആക്കണ, നമുക്ക് ഈ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്യൂഡോ കോഡാണ്. സ്യൂഡോ കോഡ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് കമ്പ്യൂട്ടർ അൽഗോരിതം യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ അൽഗോരിതത്തെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ അൽഗോരിതത്തിനെ നാച്ചുറൽ ലാംഗ്വേജിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കൂടെ എക്സ്പ്രസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മളെന്ത് പറയുക, സ്യൂഡോ കോഡ് എന്ന് പറയാം. ടു ഡെവലപ്പ് എൻ അൽഗോരിതം വി നീഡ് ടു റെപ്രസെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് some way that the understandable person is trying to figure out the steps involved. Two commonly used representation of an algorithm using pseudocode and flowchart. അതായത് നമ്മൾ അൽഗോരിതം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പിന്നെന്ത് ചെയ്യും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കും. കമ്പ്യൂട്ടർ അൽഗോരിതത്തെ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറൽ ലാംഗ്വേജിൻ്റെയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും കോമ്പിനേഷനിൽ നമ്മൾ എഴുതും. അതായത് നമുക്കത് കുറേ ബ്രാഞ്ചസ് ആയിട്ടൊക്കെ പോകേണ്ടിണ്ടാവും. അപ്പോൾ ഈ സ്യൂഡോ കോഡ് യൂസ് ചെയ്താൽ ഒന്നുകൂടെ ഈസി ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊന്നെങ്കിൽ നമ്മുടെ സ്യൂഡോ കോഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഫ്ലോ ചാർട്ട് ഉണ്ട്. ഫ്ലോ ചാർട്ടും അതേപോലെ ബെസ്റ്റാണ്. ഈ ബ്രാഞ്ചസ് ആയി പോകുന്നിടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഫ്ലോ ചാർട്ട്. അങ്ങനെ രണ്ട് റെപ്രസെൻറ്റേഷൻ, ഒന്നെങ്കിൽ സ്യൂഡോ കോഡായിട്ട് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. It is essential as intermediate step toward the development of actual code. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നമ്മളുടെ കോഡ് എഴുതുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ കോഡ് എന്ന് പറയുമ്പോൾ വെറും 4 വരെയുള്ള ഒരു കോഡല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരുപാട് ഹെവി കോഡുകൾ എഴുതുന്നവരാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്തരം ഹെവി കോഡുകളൊക്കെ വരുമ്പോൾ ബ്രാഞ്ചായി പല കേസുകളും പോകും. അത്തരം കേസിൽ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്യൂഡോ കോഡൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ സ്യൂഡോ കോഡ് താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ ടൈമായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. അത് കാരണം സിമ്പിളായി ഇങ്ങനെ പറഞ്ഞു പോയത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഇതിങ്ങനെ എടുത്തോണം. സ്യൂഡോ കോഡ് ഉണ്ടോ. ഇഫ് ലാമ്പ് വർക്ക്സ്, ഗോ ടു സ്റ്റെപ്പ് 7, ചെക്ക് ഇഫ് ലാമ്പ് ഈസ് പ്ലഗ്ഡ് ഇൻ. ഇഫ് നോട്ട് പ്ലഗ്ഡ് ഇൻ, പ്ലഗ് ഇൻ ദ ലാമ്പ്. ചെക്ക് ഇഫ് ബൾബ് ഈസ് ബേൺ ഔട്ട്. ഇഫ് ബൾബ് ഈസ് ബേൺഡ്, റീപ്ലേസ് ബൾബ്. ഇഫ് ലാമ്പ് ഡസൻ വർക്ക്, ബൈ ന്യൂ ലാമ്പ്, ക്വിറ്റ്. അതായത് ഈ സ്യൂഡോ കോഡ് ഇപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ. ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറയുകയാണെ, നമുക്ക് എന്തോ ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഗോ ടു സ്റ്റെപ്പ് 7, അതായത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ലാമ്പ് വർക്ക് ആണ്, ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, ഉണ്ട്, ട്രൂ ആണ്. അങ്ങനെയെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 7, ക്വിറ്റ്, പ്രോബ്ലം സോൾവ്. ഒരു പ്രോബ്ലം ഇല്ല, ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ലാമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടായത്. സപ്പോസ് ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ സ്റ്റെപ്പ് 2ക്ക് പോകും. ചെക്ക് ഇഫ് ലാമ്പ് ഈസ് പ്ലഗ്ഡ് ഇൻ, ലാമ്പ് പ്ലഗ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ, ഇഫ് നോട്ട് പ്ലഗ്ഡ് ഇൻ, ഇല്ലെങ്കിൽ പ്ലഗ് ഇൻ ദ ലാമ്പ് പ്ലഗ് ചെയ്യും. അതല്ല, ചെക്ക് ഇഫ് ബൾബ് ഈസ് ബേൺ ഔട്ട്, അതല്ലെങ്കിൽ എന്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബൾബ് കേടുന്നോണോ, ബേൺ ഔട്ടാണോ എന്ന് നോക്കും. ഇഫ് ബൾബ് ഈസ് ബേൺ, റീപ്ലേസ് ദ ബൾബ്. ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതല്ല, ഇഫ് ലാമ്പ് ഡസൻ വർക്ക്, ബൈ ന്യൂ ലാമ്പ്. അതുകൊണ്ടല്ലാത്ത രീതിയിലാണ് ലാമ്പ് കേട് വന്നിട്ടുള്ളത്, എന്താണ് നമ്മൾ പുതിയൊന്ന് വാങ്ങണം. ക്വിറ്റ്, പ്രോബ്ലം സോൾവ്. അതായത് ഒരു ലാമ്പ് കേട് വന്നാൽ അത് വെച്ചിട്ട് വരെ നമ്മൾ സ്യൂഡോ കോഡ് ഉണ്ടാക്കാം, അത് വെച്ചിട്ട് വരെ നമുക്ക് അൽഗോരിതം ഉണ്ടാക്കാം, അത് വെച്ച് വരെ നമുക്ക് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാം, കോഡ് ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാക്കി കാണിച്ചു എന്നേ ഉള്ളൂ ഇങ്ങനെ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന്. കാരണം ഈ ഗോ ടു സ്റ്റെപ്പ് 4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജമ്പിങ്ങൊക്കെ കൂടുതൽ ബെറ്ററായിട്ട് നമ്മൾ സ്യൂഡോ കോഡിനകത്ത് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്യൂഡോ കോഡിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലായോ? അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കിറ്റ് അടിക്കാം. വർക്ക് ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾക്കതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. അപ്പോഴാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യേണ്ടത്. 2nd, 3rd, 4th, 5th ഒക്കെ ചെയ്യേണ്ടത്. Pseudocode is often used as a way of describing a computer program to someone who doesn't understand how to a program computer. അതായത് കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് അറിയാത്തവർ, അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് പോയി കോഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്യൂഡോ കോഡൊക്കെ എഴുതിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഈസി വേ ആയിട്ട് മാറും.
Consider our previous example to have set of grades stored. What would be pseudocode like this? Example that would like to കണ്ടോ ഡിസ്പ്ലേ ഗ്രേഡിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്, അതായത് pseudocode കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തുള്ള സെറ്റ് ദ സം ഓഫ് ഗ്രേഡ് വാല്യൂ 0. ഗ്രേഡ് വാല്യൂ എന്താണ് സെറ്റ് ചെയ്യുക, 0 ആണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ലോഡ് ഓൾ ഗ്രേഡ്സ് x1 to xn ഫ്രം ദ ഫയൽ. അതായത് നമ്മൾ ആദ്യം സം ഈക്വൽ ടു 0 കൊടുക്കും, കാരണം സമ്മിൽ അപ്പോൾ വാല്യൂ ഇല്ല, നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പിൽ എല്ലാ ഗ്രേഡുകളും ലോഡ് ചെയ്യും, x1 x2 xn വരെയുള്ള ലോഡ് ചെയ്യും. എന്നിട്ട് റിപ്പീറ്റ് 10 ടൈംസ്, അങ്ങനെ ഓരോ വട്ടം ഓരോ ആളുകളുടെ ഗ്രേഡുകൾ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഗെറ്റ് ഗ്രേഡ് xi, എല്ലാവരുടെ ഗ്രേഡും കിട്ടിക്കഴിഞ്ഞാൽ ആഡ് xi ടു ദ സം, എന്നിട്ട് ആ സമ്മിലേക്ക് ആ ഡാറ്റനെ ആഡ് ചെയ്ത് കൊടുക്കും. കമ്പ്യൂട്ട് ദ ആവറേജ് ടു ബി സം ബൈ എൻ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സം ബൈ എൻ കാണും, അതായത് അതാണല്ലോ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല. എന്നിട്ട് പ്രിൻ്റ് ദ ആവറേജ് പ്രിൻ്റ് ചെയ്യും. ഇറ്റ് വുഡ് ബി വൈസ് ടു റൺ ത്രൂ ദ എബവ് അൽഗോരിതം വിത്ത് എ റിയൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈച്ച് ടൈം വി ടെസ്റ്റ് ദ അൽഗോരിതം വിത്ത് എ ഫിക്സ്ഡ് സെറ്റ് ഓഫ് ഇൻപുട്ട് ഡാറ്റ ഇസ് നോൺ ആസ് ടെസ്റ്റ് കേസ്. അതായത് ഈ അൽഗോരിതത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിയൽ വേൾഡ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം. ഇതിനെ ടെസ്റ്റ് കേസ് എന്നാണ് പറയുക. നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ടെസ്റ്റ് കേസ് എന്ന് പറയും. ഇനി ഫ്ലോ ചാർട്ട്, അയ്യോ ഇതിനകത്തുള്ള ഫ്ലോ ചാർട്ട് ക്ലിയർ ഇല്ലല്ലോ, ഞാനത് ഫോട്ടോ എടുത്ത് വേറെ അയച്ചിട്ടോ. ഇത് ഗ്രേ കളറിലും കൂടി ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ, ലാമ്പ് ഡസിൻ വർക്ക് എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ലാമ്പ് പ്ലഗ്ഡ് ഇൻ ആണോ, നോ ലാമ്പ് എന്ത് ചെയ്യുക, പ്ലഗ് ചെയ്യുക. യെസ് ആണെങ്കിലോ ബൾബ് ബേൺ ഔട്ട് ആണോ എന്ന് നോക്കുക. ബേൺ ഔട്ട് ആണെങ്കിൽ പുതിയൊന്ന് വാങ്ങുക, ബൈ ന്യൂ ലാമ്പ്. അല്ലെങ്കിൽ നോ ആണെങ്കിൽ എന്താണ്, റീപ്ലേസ് ബൾബ് റീപ്ലേസ് ചെയ്യുക. അയ്യോ അത് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് എഴുതി വെക്കാമല്ലോ. ഫ്ലോ ചാർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഈ സ്റ്റെപ്പിലും കൂടെ ഒന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ആകെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പക്ഷേ ചോദിക്കാം, അല്ലെങ്കിൽ ഷൂഡോകോഡ് എന്താ, ഫ്ലോ ചാർട്ട് എന്താ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ തിയറി പക്കയായിട്ട് എഴുതിയേക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, കാരണം അങ്ങനെ ചോദിക്കില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സ്റ്റെപ്പാണ്. അയ്യോ കുറേ 26 മിനിറ്റ് ആയില്ലേ, ഞാൻ ഇപ്പോൾ തീർത്തരാം, കുറച്ചും കൂടി ഉള്ളൂ. അതുകൊണ്ട് തീർന്നാൽ കഴിഞ്ഞിട്ട് വെറുതെ ഡിലേ ആക്കി പോകണ്ടല്ലോ വെച്ചിട്ടാണ്. ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യണം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ. നമ്മൾ അൽഗോരിതം എഴുതി, ഫ്ലോ ചാർട്ട് എഴുതി, ഷൂഡോ കോഡൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇനി റൈറ്റിംഗ് കോഡാണ്. കണ്ടോ, ഷൂഡോ കോഡിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പോഴത്തെ പ്രോഗ്രാം കൊടുത്തേ കണ്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ കൊടുത്ത്, ഇൻ്റെ സം ഈക്വൽ ടു 0, പിന്നെ ബൈറ്റ് എക്സ് ഈക്വൽ ടു ലോഡ് ബൈറ്റ് നമ്പേഴ്സൊക്കെ നമ്മൾ ലോഡ് ചെയ്യാൻ പോവാണ്. ഫോർ ഇൻറ്റ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എക്സ് ഡോട്ട് ലെങ്ത് സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ്, then sum equal to sum plus x of I into average equal to sum divided by x dot length print average. അതായത് ഇതിനകത്ത് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, ഷൂഡോ കോഡ്. അതിന് കറക്റ്റായിട്ടുള്ള പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങളിപ്പോൾ പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് സിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പ്രോഗ്രാം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാട്ടോ. അപ്പോൾ ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് ഇത് നമ്മൾ കൊടുത്തു. ഇത് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയി വെറുതെ വായിച്ച് പോകണ്ടെന്ന് കരുതിയിട്ടാണ്, കാരണം നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുമെന്ന് വായിച്ച് നോക്കി കേട്ടോ എല്ലാവരും. കാരണം റെഫറൻസ് എന്നുള്ള ഒരു പ്രിൻസിപ്പൽ സാർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ റെഫറൻസ് ചെയ്യണം. അപ്പോൾ ഇത് ബുക്ക് റെഫർ ചെയ്താൽ തന്നെ മതി, ഞാൻ ഇപ്പോൾ ഈ അയച്ചെന്ന PDF വായിച്ചാൽ തന്നെ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോഡിങ് പ്രോഗ്രാം റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഷൂഡോ കോഡ് എഴുതി, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അൽഗോരിതം എഴുതി, പിന്നെ നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചു, ഷൂഡോ കോഡ് എഴുതി, എന്നിട്ട് നമ്മൾ ഇനി അതിനെ കോഡാക്കി മാറ്റണം. അതായത് ഏത് ലാംഗ്വേജിലാണോ നമ്മൾ എഴുതുന്നത് ആ ലാംഗ്വേജിലുള്ള കോഡ്. ഇപ്പോൾ നമ്മൾ C ആണോ CPP ആണോ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കോഡിൽ നമ്മൾ മാറ്റി മാറ്റാം കേട്ടോ. ആഫ്റ്റർ റൈറ്റിംഗ് ദ പ്രോഗ്രാം, അപ്പോൾ പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തു. അതായത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പൈലിംഗ് ആണ്. കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, മിസ്റ്റേക്കുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. അങ്ങനെ കമ്പൈൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും മേലെ, ആ കമ്പൈൽ പോയി ക്ലിക്ക് ചെയ്യും. അപ്പോൾ കമ്പൈലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം നമ്മളോട് പറയും ഇന്ന മിസ്റ്റേക്കുകളുണ്ട്, അതൊക്കെ പോയിട്ട് കറക്റ്റ് ആക്കിക്കോളൂ എന്ന് പറയും. നമ്മൾ പോയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രോഗ്രാം റൈറ്റിംഗ്. പിന്നെ ടെസ്റ്റ് ദ പ്രോഗ്രാം, അതായത് നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് പലപ്പോഴും എന്തെങ്കിലും സിൻറ്റാക്സ് എററോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതിന് പേരുണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ബഗ്സ് എന്ന് പറയുന്നത്. ബഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും പ്രോഗ്രാമിനുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ എറേഴ്സോ ഒക്കെ പറയും നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള. ആ പ്രോബ്ലംസോ എറേഴ്സോ ഉള്ളത് കാരണം ഒരു പക്ഷേ നമ്മളുടെ പ്രോഗ്രാം എന്താവും, സ്റ്റോപ്പായി പോകും നമ്മൾ ചെയ്യുന്നതിനിടയിൽ.
അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്ത ഇഷ്യൂസൊക്കെ വരും. സോ അത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, ബഗ്സ് എന്ന് പറയുക. അത് ചിലപ്പോൾ വൺ വേർഡിന് ചോദിക്കും കേട്ടോ. ഇത് അവിടെ ഒരു ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ബഗ്സ് ആർ പ്രോബ്ലംസ് ഓർ എറേഴ്സ്. സോറി കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഓരോരുത്തർ വന്ന് മുട്ടൽ ഡോറ് മുട്ടണേ. ഞാൻ ഡോറൊക്കെ അടച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഓരോരുത്തർ ഓരോന്ന് പറയാൻ വേണ്ടി വിളിക്കുകയാണ്. സോറി ഫോർ ദാറ്റ്. നിങ്ങൾ ആ സൗണ്ട് കേട്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പോസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ പറയുന്ന ഇവിടെത്തി ടെസ്റ്റ് ചെയ്യാൻ പോകും. നമ്മുടെ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ കമ്പൈൽ ചെയ്തു നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരും. അതായത് പ്രോഗ്രാമിൽ എററൊന്നുമില്ല, പക്ഷെ അതല്ലാത്ത എന്തോ ഒരു ഇഷ്യൂ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നിടത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഉണ്ട് എങ്കിൽ, അതായത് എന്തോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു എറർ ഉണ്ട്. അതായത് നമ്മൾ അൽഗോരിതം ടു പ്രോഗ്രാം കൺവേർട്ട് ചെയ്തപ്പോൾ പറ്റിപ്പോയ എന്തോ ഒരു എറർ ആയിരിക്കും, അല്ലാതെ വേറെ കമ്പൈൽ എററൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ലാത്തൊരു എറർ ഉണ്ട്, അതായത് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിന് നമ്മൾ ബഗ്സ് എന്ന് പറയും. അത്തരം പ്രോബ്ലംസിനെയും എറേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യും, ബഗ്സ് എന്ന് പറയും. അപ്പോൾ അത്തരം ബഗ്സ് നമ്മുടെ പ്രോഗ്രാമിനകത്തുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോഡിനകത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആ എറർ ഫിക്സ് ചെയ്യണം, എന്താ പ്രോബ്ലം വെച്ചാൽ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് പറയും, ഡീബഗിങ് എന്ന് പറയും. ആ വേർഡൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ബഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്യൂഡോ കോഡ് എന്താണ്, ഫ്ലോ ചാർട്ട് എന്താണ്, ഓരോ കണ്ടന്റും ഓരോ മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്തരം എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ഫിക്സ് ചെയ്യുന്ന ഡീബഗിങ് എന്ന് പറയും. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇവാലുവേറ്റ് ദ സൊല്യൂഷൻസ്. അതായത് നമ്മളിപ്പോൾ ഔട്ട്പുട്ട് കണ്ടു, നമ്മൾ കുറേ പ്രോഗ്രാമൊക്കെ എഴുതി വെച്ചു, കമ്പൈൽ ചെയ്തു, നമ്മൾ പിന്നെ ഡീബഗ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ റിയൽ വേൾഡായിട്ട് നമ്മൾ ഈ കാണുന്ന അതായത് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തല്ലോ, അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുക. വൺസ് യുവർ പ്രോഗ്രാം പ്രൊഡ്യൂസ് എ റിസൾട്ട് ദാറ്റ് സീംസ് കറക്റ്റ്, യു നീഡ് ടു റീകൺസിഡർ ദ ഒറിജിനൽ പ്രോബ്ലം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ആൻസർ ഈസ് ഫോർമാറ്റഡ് ഇൻറ്റു പ്രോപ്പർ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതായത് നമ്മൾ ഈ പ്രോബ്ലത്തിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ തന്നെയാണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് ദ കമ്പ്യൂട്ടർ വിൽ ഓൺലി ഡു വാട്ട് യു ടോൾഡ് യു ടു ഡു. ഇറ്റ് ഈസ് അപ് ടു യു ടു interpret the result of meaningful way and determine whether or not it solve the original problem. അതായത് ഈ കമ്പ്യൂട്ടർ നമ്മൾ എന്താ പറയുന്നത് മാത്രമേ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കമ്പ്യൂട്ടർ ചെയ്തോളൂ എന്ന് കരുതാൻ പറ്റില്ല, കാരണം കമ്പ്യൂട്ടറിന് അറിയില്ല ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഡിറ്റർമിൻ വേയിലായി മാറ്റുന്നത് ആസ് എ പ്രോഗ്രാമർ നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് ഏറ്റവും ബെറ്ററായി ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് പ്രോബ്ലം സോൾവിങ്ങിനുള്ളത്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് കേട്ടോ. അപ്പോൾ ഒരിക്കലും വേറെ രീതി കാണാതെ ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. സോ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ വീണ്ടും പറയാണ്, വെറുതെ ഇതെല്ലാം കൂടെ വാരി വലിച്ച് എഴുതേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ 6 സ്റ്റെപ്പുകൾ എന്താണെന്ന് ജസ്റ്റ് എഴുതണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും, അൽഗോരിതം എന്താണ്, സ്യൂഡോ കോഡ് എന്താണ്, ഫ്ലോ ചാർട്ട് എന്താ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ, നല്ലതായിരിക്കും. സോ ഓക്കെ, താങ്ക് യു.